ഒരു തെങ്ങിൽ കയറി തേങ്ങയിടാൻ 200 രൂപയാണ് അത്രേ കൂലി. ഇനി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തേങ്ങ തലയിൽ വീഴുന്നതിനേക്കാൾ ഭേദം 200 രൂപ കൊടുത്ത് തേങ്ങ ഇടാമെന്ന് വെച്ചാലോ? അതിനും സമയത്തിന് ആളെ കിട്ടില്ല. തെങ്ങിൽ കയറാനുള്ള യന്ത്രവും സൈക്കിളിന് പിന്നിൽ കെട്ടിവെച്ച് ബുക്കിംഗ് ചെയ്തവരുടെ സീനിയോറിറ്റി അനുസരിച്ച് തേങ്ങ ഇടാൻ നടക്കുന്ന ബംഗാളിക്ക് നിവർന്ന തെങ്ങിൽ മാത്രമേ കയറാൻ കഴിയൂ പോലും. വളഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ കയറാൻ യന്ത്രം വഴങ്ങില്ലത്രേ. ഇനി ബംഗാളിക്ക് കയറാൻ പാകത്തിന് നിവർന്ന് വളരണമെന്ന് തെങ്ങിനോട് നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ. അത് അതിന് തോന്നിയ പോലെ വളരും. പണ്ട് സൗദി അറേബ്യയിലൊക്കെ ചില സ്വദേശികൾ, അതായത് അറബികൾ, യാതൊരു പണിക്കും പോകാതെ പിടിച്ചു പറയും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയായി ജീവിച്ചിരുന്നു. നേരായ മാർഗത്തിലുള്ള ജോലി ചെയ്യാൻ അവർക്കറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ അതിന് താല്പര്യവുമില്ല. കേരളത്തിലും സമാനമായ അവസ്ഥയാണ്. കൊട്ടേഷനും കൂലിത്തല്ലും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയാണ് പലർക്കും താല്പര്യം. എന്നാൽ ബീവറേജസിന്റെ മുന്നിൽ ചെന്ന് നോക്കിയാലോ, കുടിക്ക് മാത്രം മലയാളി യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല. അതിനുള്ള പണം എങ്ങനെയും ഒപ്പിക്കും. ഒന്നുമല്ലെങ്കിൽ ബീവറേജസിന് മുന്നിൽ വന്നു നിന്ന് ക്യൂവിൽ നിൽക്കാൻ മടിയുള്ളവരിൽ നിന്ന് 10, 20, 30 ഒക്കെ ഈടാക്കിയിട്ട് ക്യൂവിൽ നിന്ന് സാധനം വാങ്ങിക്കൊടുക്കും.